ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു ഷാഫി വിസിറ്റ്. എല്ലാവർക്കും ഷാഫി വിസിറ്റിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു കുടിസായ വഴിയിലൂടെയാണ് ഇന്ന് നമ്മുടെ യാത്ര. ഒരു ട്രിപ്പ് കസ്റ്റമറെ ഇറക്കിങ്ങാണ്ട് വരികയാണ്. വണ്ടിയില്ല, റോഡ് ഭയങ്കര കട്ടറാണ്, അതുകൊണ്ട് വണ്ടി പതുക്കെ പോകാൻ പറ്റും. ഇവിടെ നല്ല മഞ്ഞുണ്ട്. വലിയ വലിയ കുഴികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ വീണാൽ വണ്ടീൻ്റെ പിന്ന് പോയി പോകും, ഫ്രണ്ടിൽ വീണ്ട്. അപ്പോൾ അത് ഭയങ്കര സീനാണ്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ നല്ല കെയർ ചെയ്തുകൊണ്ട് വണ്ടിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല റോഡിൻ്റെ അവസ്ഥ വണ്ടിയിൽ, പക്ഷെ ഇത് ഉൾപ്രദേശം ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഒക്കെ അധികാരികൾ ഒന്ന് ഇടപെട്ടാൽ ശരിയാവുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെയുള്ള റോഡുകളിലൊക്കെ വാഹനങ്ങൾ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ് ഓട്ടോക്കാർക്കൊക്കെ. പ്രത്യേകിച്ച് മെയിൻ്റെനൻസ് വന്നാൽ ഭയങ്കര ചാർജാണ്. അതുകൊണ്ട് ഓട്ടോ ഒന്നും ഈ വഴിക്കൂടെ അങ്ങനെ ഇതുപോലുള്ള വഴി, ഈ വഴിക്കുന്നല്ല ഇതുപോലുള്ള വഴിയിൽ അധികം പോകില്ല. കാരണം മെയിൻ്റെനൻസ് വണ്ടിക്ക് കൂടുതലാവും, ഡീസൽ ചിലവ്, അങ്ങനെ ഒരുപാട് ചിലവ് കൂടുതലാണ്. പക്ഷെ എത്ര പോയാലും നമുക്ക് കിട്ടണ പൈസ കുറച്ച് കിട്ടണതേ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആരും വരാത്തത്. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മടി കാണിക്കും. റോഡിൻ്റെ സ്ഥിതി അങ്ങനെ ആയതുകൊണ്ടാണ്. നല്ല റോഡാണ്, കുഴപ്പമില്ല. കാരണം നമുക്ക് നോക്കും, കസ്റ്റമർ നോക്കും. റോഡ് മോശമായ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി നേരെ പോയി ചാടുന്നു. നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. വണ്ടി പോകുമ്പോൾ കുലുങ്ങുമ്പോഴൊക്കെ ആ ഒരു ഇത് കാണാം. നല്ല മഞ്ഞുണ്ട്, കാണാൻ നല്ല അടിപൊളിയാണ്.
അങ്ങോട്ട് നല്ല റോഡാണ്. റോഡ് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. ഈ റോഡിലൂടെ നമുക്ക് നല്ല ഉഷാറായി അടിപൊളിയായിട്ട് പോവാം. പെട്ടോ ഇതാ വീണ്ടും കട്ടർ. എൻ്റെ വീഡിയോ കാണുന്നതിൽ ഓട്ടോ ജീവനക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്ന് പറയാം, കമൻറ്റ് ചെയ്യണേ. എല്ലാവരും വീഡിയോ കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും നൽകുക. നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. ഒരുപാട് കടമകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് മാത്രം കണ്ടാരും നമ്മളെ വിലയിരുത്തരുത്. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടോ, റോഡ് നന്നാക്കി അതിന് ശേഷം കണ്ടോ റോഡിന് സൈഡ് പൊളിച്ചിട്ട് പൊടി മൊത്തമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, വാഹനക്കാർക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള റോഡ് സൈഡിൽ കിടക്കുന്ന വീട്ടുകാർക്കും അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിനൊരു പരിഹാരം എന്തായാലും വേണം. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡ് കീറുക, ഉള്ള റോഡ് മണ്ണൊക്കെ റോട്ടും ഇടുക, അതിൻ്റെ അതിക്കുക. വണ്ടികൾ പോകുമ്പോൾ പൊടി വാറിയിട്ട് അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ പ്രയാസം ഉണ്ടാവുക. അത് വല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതിനെന്താ പരിഹാരം? കണ്ടോ, നോക്കിയാ ഒരു ജംഗ്ഷനിൽ റോഡ് കണ്ടോ, സൈഡിൽ മൊത്തം ഇങ്ങനെ പൊടി കാരണം നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ്. എന്തിപ്പോ ചെയ്യാ, ആരോടൊപ്പം പറയാം? ആരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? പണ്ടാരാ പറഞ്ഞതുപോലെ നമ്മളൊക്കെ നമ്മളെ വിരലിൻ്റെ ചൂണ്ടുവിരല് അതിമേൽ വരക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. ഇപ്പം നമ്മൾ കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം അങ്ങനെ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ നഗത്ത് വിരലുമേ വരക്കാം, വിരലിങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്താ ചെയ്യാം? ആരോടും പറയാൻ പറ്റില്ല. പറഞ്ഞാലും പറഞ്ഞോളി, എന്താ പറയുക, വാദി പ്രതിയാവ പറഞ്ഞ കേട്ടോ കഥ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മൾ കുറ്റക്കാരായി, നമ്മൾ തെറി പറയാനായി. പക്ഷെ മനുഷ്യന്മാരുടെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ സമയമില്ല. വിലക്കയറ്റത്തിനൊക്കെ യാതൊരു പ്രശ്നമില്ല. ഇപ്പം എന്തൊക്കെ എല്ലാ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഏതാ KCBൻ്റെ ബില്ലിന് വില കൂടി. ഇങ്ങനെ എല്ലാത്തിനും വിലകൾ കൂടി വരിക. എന്താ ചെയ്യുക മനുഷ്യർ?
പാവങ്ങൾ. മനുഷ്യന്മാർ ബുദ്ധിമുട്ടാവുക യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടാവുന്നത്. നോക്കിയ ചെറിയൊരു ഗ്രാമം. ഞാനൊരു ഗ്രാമത്തിലൂടെയാണ് പോകുന്നത്. അതൊക്കെ ഉൾപ്രദേശത്തിലെ ആളുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നിവിടെ ആവില്ല. സാരല്ല, ഒക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കാം. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്, വീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ലല്ലോ. നമ്മളിങ്ങനെ റോഡിൽ കൂടെ പോവാൻ സ്കൂളിലേക്ക് കുട്ടികൾ പോകും. അത് നായിക്കോട്ടാണ് കുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാ പറയാനാ? ഇവിടം സ്വർഗമാണെന്ന് പറയുമ്പോ അതിന് നല്ല ഫീച്ചർ ഉണ്ട്. നോക്കൂ, കണ്ടോ എന്താ ഈ ഒരു സമയത്ത് ക്ലൈമറ്റ് വളരെ മനോഹരമായിട്ടുണ്ട് അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ. നല്ല ചെറുക്കുള്ള മഞ്ഞ്. എന്താണ് പറയാൻ വാക്കുകളില്ല. ആരും കൈ കാട്ടുമോ നോക്കുക. താത്ത വരെ കൈ കാട്ടുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോ വെച്ച് പോവുക, ആൾക്കാർ നോക്കണുണ്ട്. അത് നമ്മളിതാണ് നമ്മളെ പോവാണ്. ഇവരെ വണ്ടി ആവുമ്പോൾ എല്ലാവർക്കും എന്തോ ഒരു കൗതുകം പോലെ വണ്ടി വെക്കണേ. ആളുകൾ ഇങ്ങനെ നോക്കും, ഇതേതാപ്പ വണ്ടി, പുതിയൊരു വണ്ടിയാണല്ലോ ഇവിടെ ഇറങ്ങിയത് എന്നൊക്കെ അത്ഭുതത്തോടെ നോക്കും. വണ്ടീൻ്റെ മൊഞ്ച് കണ്ടിട്ടൊക്കെ. നോക്കണ്ട, വലിയ പണിയൊന്നുമില്ല, ചെറിയ പണി എടുത്തുള്ളൂ. അങ്ങനെ നമ്മളെ സ്റ്റാൻഡിലെത്തി. എന്നാൽ പിന്നെ നമുക്കവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.